നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ TV തുറന്നാലും പത്രം തുറന്നാലും ഒരൊറ്റ വാർത്ത മാത്രമേ കാര്യമായുള്ളൂ. രാജ്യ തലസ്ഥാനം കത്തുന്നു, മോഡിയുടെ നെഞ്ചു പിടയ്ക്കുന്നു, ഡൽഹി സ്തംഭിപ്പിക്കുന്നു. എന്താ കാര്യം? നമ്മുടെ പാറ്റകൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. അതെ, ജന്തർ മന്ദറിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഓഫീസ് ടൈം പോലെ കൃത്യമായി പാറ്റകൾ പ്രതിഷേധിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രതിഷേധിക്കുകയാണ്. ആവശ്യങ്ങൾ കേൾക്കണോ? കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര രാജിവെക്കണം. രാജ്യത്ത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം. വാർത്തകൾ കേട്ടാൽ തോന്നും കുറഞ്ഞതൊരു 2 കോടി പാറ്റകളെങ്കിലും ഡൽഹിയിൽ പറന്നിറങ്ങുമെന്നും. നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടായ ആവേശം പറയണോ? അമേരിക്കയിൽ സുഖമായി ജീവിക്കുന്ന പാറ്റ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ വെളുപ്പാങ്കാലത്ത് ഡൽഹിയിൽ വിമാനമിറങ്ങുമ്പോൾ മുതൽ രാജ്യം കളകമാവും എന്ന മട്ടിലായിരുന്നു റിപ്പോർട്ടിംഗ്. ചില മാധ്യമങ്ങൾ ഒരു പടിയും കൂടി അഭിജിത്തിനെ അപ്പോൾ തന്നെ പൂട്ടി ജയിലിലിടും എന്നൊക്കെ അങ്ങ് എഴുതി പിടിപ്പിച്ചു. ഇതൊക്കെ കേട്ട് ഡൽഹി പോലീസ് ഒരു 2000 പോലീസുകാരെയൊക്കെയാണ് അവിടെ കാവൽ നിർത്തിയത്. പക്ഷെ എന്തുണ്ടായി? അഭിജിത്ത് വന്നു. പോലീസുകാർ പറഞ്ഞു, മോനെ വണ്ടി വിട്, ജന്തർ മന്ദറിൽ പോയിരുന്ന് സമരം ചെയ്തോ, ശല്യം ഉണ്ടാക്കരുത്, ഒരു സംഘർഷവുമില്ല, പുതിയ തലമുറ ഒഴുകിയെത്തും, രാജ്യം സ്തംഭിക്കും എന്നൊക്കെ പറഞ്ഞ് ക്യാമറയും തൂക്കി പിന്നാലെ പോയ മാധ്യമപ്രവർത്തകർ അവസാനം ആളില്ലാതെ വന്നപ്പോൾ ക്യാമറ മടക്കി വേറെ പണിക്ക് പോയി. മോദിയെ വിറപ്പിക്കാൻ ക്യാമറമായി ചെന്നവർ പതുക്കെ മുങ്ങി. ഇതൊക്കെ കേട്ട് നമുക്ക് ചിരിക്കാമെങ്കിലും ഈ പാറ്റ കൂട്ടായ്മയെ അത്ര നിസ്സാരമായി കാണരുത്. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുമുണ്ട്. പലരും വന്നു പറയും ഇത് പുതിയ തലമുറയുടെ അഴിമതി വിരുദ്ധ നിലപാടാണ്, അവർക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട്. ശരിയാണ്, ജനാധിപത്യത്തിൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ ഏതൊരു സാധാരണ പൗരനും അവകാശമുണ്ട്. അതിനെ നമ്മൾ തള്ളി പറയുന്നുമില്ല. പക്ഷേ ഈ സമരത്തിനിറങ്ങിയിരിക്കുന്നവരൊക്കെ ആരാ? പച്ച പൈതങ്ങൾ, ചെറിയ പ്രായക്കാർ. അതുകൊണ്ടാണ് ഇവർക്ക് ഈ സെറ്റ് ജനറേഷൻ റെസിഡന്റ്, ജെൻസി എന്നൊക്കെ പറയുന്നത്. അവർക്ക് വികാരം മാത്രമേ ഉള്ളൂ, വിചാരമില്ല. ചുറ്റും കാണുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കണം എന്ന നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടെയാണ് ഈ പിള്ളേർ വരുന്നത്. പക്ഷേ ഈ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യാൻ പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട്. ഈ പിള്ളേർക്ക് ഇത് അറിയാനും പാടില്ല. ഇന്ന് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കേരളത്തിലെ SFI ആണ്. പാർട്ടി ഇന്ന് ഒരു മൂലയ്ക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ക്യാമ്പസുകൾ SFI തരംഗമാവുന്നത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം ഇല്ലാതാവണം എന്ന ആഗ്രഹത്തോടെയാണ് പിള്ളേർ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഇതൊക്കെ നടക്കാത്ത ഉട്ടോപ്യൻ സങ്കല്പമാണെന്നും യഥാർത്ഥ ചൂഷകർ ഇവരെ കറിവേപ്പിലയാക്കുകയാണെന്നും തിരിച്ചറിയണമെങ്കിൽ പ്രായം കുറച്ചുകൂടി ഒന്ന് കടക്കണം. സംശയമുള്ളവർക്ക് ഇന്നലത്തെ ഒരു സംഭവം പറഞ്ഞു തരാം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്നലെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ AI കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയി. അവിടെ മുഖ്യ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. അപ്പോഴത്തെ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളുമായി ലണ്ടനിലും കുറച്ച് പാറ്റകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചോദ്യം എന്താ? ഇന്ത്യയിലെ അടിച്ചമർത്തലിനെ കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും. AI ക്ലാസ്സിൽ വന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയം ചോദിക്കാൻ ഈ പാറ്റകളെ അവിടെ എത്തിച്ചത് ആരാ? ഇത് കൃത്യമായ പ്ലാനിംഗ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യം ഇന്ത്യയാണെന്ന് ഇവർ സൗകര്യപൂർവ്വം മറക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി ഇവർ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇറാനിൽ യുദ്ധം ചെയ്തപ്പോഴോ വെനസ്വേലൻ പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ടുവന്നപ്പോഴോ ഈ പാറ്റകൾക്കൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധതയും തോന്നിയിട്ടില്ല. അറബ് രാജ്യങ്ങളിൽ ഒരിടത്തും ഭരണകൂടത്തിനെതിരെ ശബ്ദം ഉയർത്താൻ ഈ പാറ്റകൾക്ക് ധൈര്യവുമില്ല. അവരുടെ ഒരേ ഒരു ടാർഗറ്റ് മാതൃരാജ്യമായ ഇന്ത്യ മാത്രമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ആരാണ് ഇതിന് പിന്നിൽ? അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വമ്പൻ ലോബിയുണ്ട്. ഹംഗറിയിൽ ജനിച്ച് അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന വോക്കിസ്റ്റ് മുതലാളി ജോർജ് സോറോസ് ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ പുള്ളിയുടെ NGO ലോകമെമ്പാടും കോടികളാണ് ഒഴുക്കുന്നത്. ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നത് മാത്രമാണ്. നേരത്തെ കശ്മീരിലെ ബുദ്ധിസ്റ്റുകളെ തെരുവിലിറക്കി കലാപമുണ്ടാക്കാൻ നോക്കി, നടന്നില്ല. അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രമൊന്നും സംഭവിക്കുന്നില്ല എന്ന്. അതിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ഈ പാറ്റ വിപ്ലവം. അതുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചില മാധ്യമങ്ങളിൽ ഇന്ത്യ വിരുദ്ധ വികാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പാറ്റകൾക്ക് ജയ് വിളിക്കുന്നത്. മോദിയോടുള്ള വെറുപ്പിന്റെ പേരിൽ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു രാജ്യത്തെയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഈ ന്യൂജൻ വിപ്ലവകാരികൾ കലാപം ഉണ്ടാക്കി ഭരണം മാറ്റിയ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ശ്രീലങ്കയിൽ അവർ വിപ്ലവമുണ്ടാക്കി. ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചു. നേപ്പാൾ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മാൽദ്വീപ് ഒക്കെ ഇവർ പരീക്ഷിച്ചു. എന്നിട്ട് ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു ജനാധിപത്യം ഇവിടെ ഉണ്ടോ? ബംഗ്ലാദേശിന്റെ കാര്യം മാത്രം ഓർക്കുക. ഭരണം അട്ടിമറിച്ചതിന് ശേഷം ഇവിടെ മത തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിഷ്കളങ്കരായ പാറ്റകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വന്തം താല്പര്യമുള്ള ജോർജ് സോറസുമാണ്. ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ രാജ്യം ചിലപ്പോൾ കൈവിട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ട്
പ്രിയപ്പെട്ട രാജ്യസ്നേഹികളെ, ഇത്തരം ഗൂഢാലോചനകൾ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം. ഈ പാറ്റ വിപ്ലവം ജനാധിപത്യത്തിന്റെ ആഘോഷമല്ല, മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെയുള്ള വലിയൊരു ചതിക്കുഴിയാണ്. തിരിച്ചറിയുക, പ്രതികരിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.